ആചാരപ്പെരുമയോടെ അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കണ്ടം നടയിൽ നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ഈ ചടങ്ങ് മുറതെറ്റാതെ പാലിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരം കൂടിയാണ്. പന്തീരടി പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നുള്ള വിളക്ക് തെളിയിച്ച് കളത്തുംചാലിക്കൽ കർഷക കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ഇളനീർ വെട്ടിയാടി. ശേഷം ആദ്യ നടയിലിനുള്ള ഞാറ്റുമുടി എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാലിന് കൈമാറി. അദ്ദേഹം ഞാറ് നട്ടതോടെ നടീലിന് തുടക്കമായി. തുടർന്ന് വിശ്വാസികളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥനകളോടെ കണ്ടത്തിലിറങ്ങി ഞാറുനട്ടു തുടങ്ങി. വലിയ കണ്ടം നടീലിന്റെ ഭാഗമാകുന്നതിലൂടെ പ്രാർത്ഥനകൾ സഫലമാകുമെന്നാണ് വിശ്വാസം. ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട് ഭഗവതി കണ്ടം നടീലിന് പിന്നിൽ. ഇതൊരു വഴിപാടെന്നുള്ള നിലയ്ക്കാണ് മുഴുവൻ ആളുകളും ഈ കണ്ടം നടണമെന്ന് ഇവിടെ വരുന്നത്. പല പല കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, കാരണം കുട്ടികളില്ലാത്തതിന് വേണ്ടി, കാരണം അവർ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളുണ്ടാവുന്നുള്ളൊരു ഉദ്ദേശശുദ്ധി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അതുകൊണ്ടാണ്, കാരണം കൂടുതലും ആളുകൾ നമ്മൾ ഈ നടയിൽ സമയത്ത് ഇവിടെ വന്ന് ഒരു ഭഗവതിക്കൊരു അർച്ചന എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇവിടെ ഒരു മുടി ഞാറുവണ്ണത്ത് പോകുന്നത്. തിരിഞ്ഞു പന്തീരടിക്ക് മുമ്പായി വലിയ കണ്ടം നടയിൽ പൂർത്തിയാക്കി. തുടർന്ന് കർഷക കുടുംബാംഗങ്ങൾ വടക്കേ നടയിൽ ചവിട്ടുകളി നടത്തി. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കാണ് ഭഗവതി കണ്ടത്തിലെ നെല്ല് ഉപയോഗിക്കുന്നത്. ഈ നെല്ലാണ് ക്ഷേത്രത്തിൽ അടുത്ത വർഷം നിറപുത്തരി ദിവസം പായസത്തിനും എടുക്കുക. ന്യൂസ് 18 മലപ്പുറം.